പറയുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല സുഹൃത്തുക്കളെ. അത് പറയണമെന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേക്കും എനിക്ക് അയച്ചു തന്ന അങ്ങോട്ട് ഇതിൻ്റെ ഒരു കോലം വിചാരം എന്നെ കഴിഞ്ഞ ആരുമില്ല എന്നാണ്. അതായത് അവരാ ഒരു ഇത് എന്താണ് ചാക്കിൽ പൊതിഞ്ഞു കെട്ടി പേളിമാണിയെ കണ്ടു. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. വീഡിയോ കാണുന്നതിൽ പ്രസവിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്രസവത്തിൻ്റെ കണക്കെടുക്കുക, സെൻസസ് മറ്റത് മറിച്ചൊന്നുമല്ല. അത് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഇതുണ്ട്. കാരണം നിങ്ങൾക്ക് ചിലപ്പം ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു കമൻറ്റ് അല്ലെങ്കിൽ റിപ്ലൈ തരാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളത് കൊണ്ടാണ് തുടക്കത്തിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ഈ ഒരു ഇത് പറഞ്ഞത്. ഇപ്പം നമുക്കറിയാം, മലയാളത്തിൽ അഥവാ നമ്മുടെ യൂട്യൂബിലൊക്കെ എടുത്താലും അല്ലാതെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെയധികം പ്രോമിസിംഗ് ആയിട്ട് വളരെ പോസിറ്റീവ് വൈബ് അടിച്ചു വിട്ട് ചില സമയങ്ങളിലേക്ക് ഏറി കയറാറുണ്ട് ഇദ്ദേഹം. അതായത് വേറെ ആരുമല്ല, നമ്മുടെ പേളിമാണിയാണ്. എങ്കിലും റീസെൻ്റായിട്ട് ജെയിം രവിയുടെയൊക്കെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അതിനകത്ത് ചിരിച്ച് നമ്മളെ ഒരു വല്ലാത്ത രീതിയിലേക്ക് എത്തുന്ന ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അഥവാ നമ്മുടെ ഈ ഭ്രമയുഗത്തിലെ മമ്മൂക്കയുടെ ആ ഒരു സ്പേസിലേക്ക് കയറി വന്നിട്ട് പിന്നെ ആ ഒരു എന്താ അതിൻ്റെ പേര് അതിനകത്ത് അകപ്പെട്ടു പോകൂലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു മനയിൽ അകപ്പെട്ടു പോകുന്നവരെ പോലെ ഇവിടെ പേളിമാണിയുടെ ഷോയിലേക്ക് വന്നു കഴിഞ്ഞാൽ പേളിമാണിയുടെ ആ മനക്കൽ അകപ്പെട്ടു പോകുന്നവരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഏത് വലിയ കൊടികെട്ടിയ സെലിബ്രിറ്റി ആണെങ്കിലും അവിടെ നിന്ന് അവസാനം അവർക്ക് വയ്യ എന്ന് പറഞ്ഞ് എണീറ്റ് പോകും. അത്രത്തോളം ചിരിപ്പിക്കും. ചിലയിടത്തെങ്കിലും അവരുടെ വായിൽ നിന്ന് വീഴുന്ന ചില കാര്യങ്ങളെങ്കിലും ചില കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ നമുക്ക് മാനുഷികമായിട്ട് കാണാം. ഇവിടെ തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം, അതായത് അമ്മമാർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രസവിച്ചിട്ട് കുട്ടികളൊക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ശാരീരികമായിട്ട് വരുന്ന മാറ്റങ്ങൾ വളരെ പ്രകടമായിരിക്കും. അത് പലർക്കും പല രീതിയിലാണ്. ചിലർക്കെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുന്ന രീതിയിൽ, സ്വന്തമായിട്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് അറിയാം. കാരണം ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് സ്വന്തം വീട്ടിലും അങ്ങനെ 2 കുട്ടികളെ ജന്മമെടുത്ത്. അപ്പം നമുക്ക് നേരിട്ടും അറിയാം. ഇതെല്ലാം പറയേണ്ടി വന്ന കാരണം എനിക്ക് ഒരാൾ ഇൻബോക്സിൻ്റെ അകത്ത് ഒരു സംഭവം അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം. ഇവിടെ പേളിമാണിയാണേ, മറക്കരുത്. ഇത് പേളിമാണിയെ കുറിച്ചാണ്. ആ പേളിമാണി കയ്യൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഏതൊരു മാളിലാണ്, കൊച്ചിയിലെ ഫോറം മാൾ സാധാരണക്കാരിയെ പോലെ നടക്കുന്ന പേളിമാണി. കൈ കാണിക്കുന്നു, പോകുന്നു. പേളിമാണിയുടെ കൂടെ ഒരു സുഹൃത്താണെന്ന് തോന്നുന്നു, ആരാണെങ്കിലും അവർ ഒരുമിച്ച് നടന്നു പോകുന്നു. സോ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? എനിക്കിതിനകത്ത് ഒന്നും തോന്നിയിട്ടില്ല. ഇതിനകത്ത് എനിക്ക് യാതൊരു തരത്തിലും തോന്നില്ല. പക്ഷേ ആ ക്യാമറ അദ്ദേഹം അവർ പോകുന്ന അവസാനം വരെയും അവരെ കാണുന്നുണ്ട്. പേളിമാണി പെട്ടെന്ന് അവരെ കണ്ടിട്ട് അവരുടെ ആ ഒരു സ്വതസിദ്ധമായ ഒരു ചെറിയ ചിരി ഒഴിച്ച് കൈയും കാണിച്ചിട്ട് അറിയാ എന്ന് പറഞ്ഞിട്ട് സെറ്റപ്പിൽ പോവുകയാണ്. പുള്ളിക്കാരത്തി അത്രയും ചില്ലാണ്, ഒരു വൈബാണ്. കാരണം പുള്ളിക്കാരത്തിൻ്റെ അച്ഛൻ അമ്മാതിരി മോട്ടിവേഷൻ സ്പീക്കറൊക്കെയാണ്. അദ്ദേഹം ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളാണ്. അപ്പോൾ പറയാമല്ലോ, മറ്റേ പുലിക്ക് പറഞ്ഞാൽ പൂച്ചയാവത്തില്ല എന്ന് പറയുന്ന പോലെ. ഓക്കെ, ഒരു ചിരി ഇരിച്ചിട്ട് ഞാൻ പോണേ ഒരു പൂക്കി സ്റ്റൈലിലൊക്കെ പോയി. സോ ഇതാണ് ഇവിടെ സംഭവം. ഇതിനപ്പുറത്തേക്ക് ഒരു കോണ്ടെക്സ്റ്റ് ഇല്ല. ഇതാണ് അതായത് കൊച്ചിയിലെ ഫോറം മാളിൽ സാധാരണക്കാരിയെ പോലെ കറങ്ങി നടക്കുന്ന പേളിമാണിയെ കണ്ടോ? ഇനി നമുക്ക് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. ഇതിനകത്ത് നിങ്ങൾക്കും എനിക്കൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ വിദഗ്ധരുടെ അഭിപ്രായം ഇങ്ങനെയല്ല. ഇതിനകത്ത് അവരെ ബോഡി ഷെയിം ചെയ്യുന്നവരോട് 2 കുഞ്ഞിൻ്റെ അമ്മയാണ് അവർ. അതിൻ്റെ മാറ്റം ആ ബോഡിയിൽ ഉണ്ടാവും. സ്വിച്ച് ഇട്ടാൽ പ്രസവിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലും ആ രീതിയിൽ തന്നെ പുറത്തിറങ്ങി നടക്കുന്നില്ലേ? അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഒരു മടിയും കൂടെ ഇടുന്നെങ്കിൽ അത് അവരുടെ പീക്ക് ലെവൽ കോൺഫിഡൻസ് ആണ്. സത്യമല്ലേ? സാരി തന്നെ പേളിക്ക് സൂപ്പർ. അഥവാ സാരിയല്ല, ഇത് ബോറെന്ന് പറയാതെ ഇൻഡയറക്ട്ലി പറഞ്ഞാണ്. ബോഡി ഷെയിം ചെയ്യുന്നുണ്ട് കളി. ഓക്കെ, ക്യാമറ പിടിക്കുന്നവരോട് മാന്യമായി സംസാരിക്കുന്ന ആൾ പേടി. അതെന്താ? പുള്ളിക്കാരിക്ക് അതിലൂടെ നടക്കാൻ പാടില്ലേ? ആകെ 4 അടി അങ്ങോട്ട്, ആകെ 4 അടി ഹൈറ്റും 8 അടി നാവും. ഈ നമ്മുടെ മലയാളികൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ കളിയാക്കുന്ന സാധനം ബോഡി ഷെയ്മിങ്ങിൻ്റെ പരിധി വരുന്നതാണെന്ന് പല മലയാളികൾക്ക് ഇന്നും മനസ്സിലാവുന്നില്ല. അവർ പറയുന്നത് എന്തുവാണ് ഇത്, എന്നെ കാണാൻ എന്ത് പറ്റി ഇങ്ങനെ ഇരിക്കുന്നത്, കുള്ളൻ, പിന്നെ കുള്ളത്തി, അല്ലെങ്കിൽ ഒരു പൊക്കവും ഇല്ലല്ലോ, അല്ലെങ്കിൽ എന്താ ഈ പല്ലൊക്കെ ഇങ്ങനെ, അഥവാ എന്തോ സംഭവം തടിയൻ എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ വളരെയധികം നോർമലൈസ്ഡ് ആണെന്നാണ് ഇവരുടെ വിചാരം. ഇങ്ങോട്ട് നോക്കൂ. ചാക്കിൽ പൊതിഞ്ഞു കെട്ടി പേളിമാണിയെ കണ്ടു. ഇടുന്ന കമൻ്റാണ് ചാക്കിൽ പൊതിഞ്ഞു കെട്ടിയ പേളിമാണിയെ കണ്ടു. അതായത് അവരെ കണ്ടപ്പോൾ ചാക്കിൽ പൊതിഞ്ഞു കെട്ടിയ പേളിമാണി. ഈ വാക്കുകളൊക്കെ എങ്ങനെ പറയുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കണ്ണാടി നോക്കാറില്ലേ? ഇല്ല, വീട്ടിൽ കണ്ണാടിയില്ല. അതിനും തിരിച്ച് മറുപടി ഉണ്ട്. എരുമക്കൂതി കൊണ്ട് നീ ചെയ്തേക്കുന്ന റീൽസിനേക്കാൾ ഭേദമാണ് എന്നുള്ള സംഭവം. അദ്ദേഹം റീൽസൊക്കെ ചെയ്യുന്ന ആളാണ്. ഇതിൻ്റെ ഒരു കോലം വിചാരം എന്നെ കഴിഞ്ഞ ആരുമില്ല എന്നാണ്.
അതായത് ഒരു ഇത് വിട്ടിട്ട് പോകുന്നു, അവരെ ദൂരെ കൂടെ കണ്ട ഒരു വ്യക്തി ക്യാമറ കൊണ്ട് എടുക്കുന്നു, അവർക്ക് അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ല എന്നിരിക്കെ ഇവളുടെ വിചാരം, ഇവളുടെ കോലം ഇത് കഴിഞ്ഞ് ആരുമില്ല എന്നുള്ളതാണ് വിചാരം. ആകെ ബോറാണ് വേഷം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. നീയാണോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നു. അടിപൊളി. ഇതൊക്കെ പറയാൻ സ്ത്രീകൾ തന്നെയാണെന്നതാണ് കഷ്ടം. സത്യം, ഇതിലെ ബഹുഭൂരിപക്ഷം ഈ അവഹേളനത്തിൻ്റെ അകത്ത് ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്നതിൻ്റെ മുൻപന്തി നിൽക്കുന്നതിന് ബഹുഭൂരിപക്ഷം കുറേയധികം സ്ത്രീകൾ തന്നെയാണ്. അതെന്തോ ഒരു വല്ലാത്ത സംഭവം. പണ്ടൊരു ഇതുണ്ട്, ഓക്കെ വേണ്ട 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 ഞാൻ അറിയാതെ പറഞ്ഞു വന്നതാണ് കേട്ടോ, സോറി. അല്ല, രണ്ട് അതുകൾ തമ്മിൽ ചേർന്നാലും അതുകൾ തമ്മിൽ ചേർത്തില്ല. വേണ്ടടേ, വേണ്ട കൊച്ചു പിള്ളേരൊക്കെ കാണും. അടിപൊളി. ഇതൊക്കെ പറയുന്ന സ്ത്രീകൾ തന്നെ ആണെന്നതിലാണ് കഷ്ടം. അമ്മയായ ഒരു സ്ത്രീയെ ബോഡി ഫിറ്റ് ആയിരിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇങ്ങനെ ഒരു കമൻറ്റ് കാണിച്ച മനസ്സ്. ഒരു ലേഡി പ്രഗ്നൻ്റ് ആവുന്ന മുതൽ ആ കുഞ്ഞ് കുറച്ച് വലുതാവുന്നത് വരെ ആ അമ്മ ചെയ്യുന്ന കുറച്ച് സ്ക്രിപ്റ്റഡ് സാക്രിഫൈസ് ഉണ്ട്, സ്ക്രിപ്റ്റല്ല ഉണ്ട്. DP-യിൽ ഉള്ളത് കുഞ്ഞാണോ എന്ന് അറിയില്ല, ആണെങ്കിൽ അറിയാമായിരിക്കുമല്ലോ. എന്നിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഡ്രസ്സ് ഇട്ടാൽ നാട്ടുകാരുടെ ടോക്സും കേൾക്കണം. അതൊരു അമ്മയാണ്, ഒരു മനുഷ്യനാണ്. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വസ്ത്രം ധരിക്കട്ടെ, അത് അവരുടെ ഇഷ്ടം, താല്പര്യമാണ്. പൈസ കൊടുക്കുന്നതും കണ്ട് നിൽക്കുന്നവരല്ല. പിന്നെ എന്തിനു വേണ്ടി അവരുടെ വേഷങ്ങൾ നമ്മൾ ബോധേടാവണം? കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നീയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞില്ല. അവർക്ക് സാരി നല്ലതാണ്, ഹൈ വേസ്റ്റ് വയർ ഉള്ളതുകൊണ്ട് വയറുള്ളതുകൊണ്ട് സെലിബ്രിറ്റി ഒരു പിക്കിടുമ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യും. അവരതിന് മറുപടിയും കൊടുക്കുന്നു കേട്ടോ. എനിക്ക് ആദ്യം പോയി കണ്ണാടി നോക്കുക എന്നൊക്കെ പറഞ്ഞു. പേളി വാട്ടർ മെലൺ പോലെ ആയല്ലോ എന്ന്. പ്രസവം എന്ന് പറയുന്നൊരു പ്രക്രിയ, ഭൂമിയിൽ നമ്മുടെ ഉൽപ്പത്തി എന്നുള്ളൊരു സാധനം, അതായത് നമ്മൾ ഇന്ന് റീപ്രൊഡക്ഷൻ തന്നെയാണ് നമ്മളെ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യൻ സൃഷ്ടിക്കുന്നതും ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന നമ്മളെല്ലാവരും ചരാചരങ്ങൾ ഏത് ജീവി എടുത്തിരുന്നാലും സർവൈവലിൻ്റെ നമ്മുടെ ഒരു മെയിൻ പാർട്ടാണ് ഈ ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ജനനം എന്നുള്ള സംഭവം. അപ്പം ഒരു സ്ത്രീ അവർ കൺസീവ് ചെയ്ത് അത് ക്യാരി ചെയ്ത് ഏതാണ്ട് ഒരു 8-9 മാസം 10 മാസത്തോളം ഒരു ഗർഭാവസ്ഥ, ആ ഒരു ഗർഭിണിയായി ആ കുട്ടിയെ പുറത്തേക്ക് പല സാഹചര്യങ്ങളുണ്ട്, കോംപ്ലിക്കേഷൻസ് ഒക്കെ പലതും വരാം, ഹോർമോണൽ ഇംബാലൻസ് വരാം, പലതരത്തിലുള്ള ആ സമയത്തുള്ള മെഡിസിൻസ്, ഫോളിക് ആസിഡ്, അയണ്, മറ്റ് പല സാധനങ്ങൾ എടുക്കുന്ന അതിൻ്റെ നല്ല ഇറിറ്റേഷൻസ്, അത് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, അതോടൊപ്പം തന്നെ മറ്റ് പലതരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളെല്ലാം ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന അമ്മയ്ക്ക് ആ സമയങ്ങളുണ്ടാകും. ചില സ്ത്രീകൾക്കാണെങ്കിൽ പ്രസവത്തിന് ശേഷം ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അടക്കമുള്ള പല കാര്യങ്ങൾ അവരെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ആ ഒരു സ്ത്രീ എടുക്കുന്ന ഒരു ത്യാഗത്തിന്, അതിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു സാക്രിഫൈസിനെ വില കുറച്ച് കണ്ടിട്ട് അതിനുശേഷം അവരുടെ ശാരീരിക ഘടന കുറേയധികം മാറും. കാരണം ഈ വയറിനകത്താണ് ഈ കുഞ്ഞ് വയറിനകത്താണ് ഈ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. കുഞ്ഞിന് മുലയൂട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരുപാട് ഹോർമോൺസ് തന്നെയാണ് അവിടെയും ജനറേറ്റ് ചെയ്യുന്ന ബോഡിയിൽ. അപ്പോൾ അതെല്ലാം കടത്തി വെട്ടിക്കൊണ്ടൊരു സ്ത്രീ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുമ്പോഴേക്ക് ആ ഒരു അമ്മയെ നമ്മൾ ബഹുമാനിക്കണ്ടേ? പേളിമാണി പേളിമാണി സെലിബ്രിറ്റിയാണ്, പക്ഷെ പേളിമാണി ഒരു മനുഷ്യ സ്ത്രീയാണ്, ഒരു സ്ത്രീയാണ് അല്ലേ? നമ്മളൊരാളുടെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ 2 കുട്ടികളുടെ അമ്മയാണ്. ആ കുട്ടികൾ ഇപ്പോൾ ഇളയ കുട്ടിക്ക് മുലപ്പാൽ ഊട്ടുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ലേ. എനിവേ, അല്ലെങ്കിലും അവരുടെ ആ ഒരു പ്രഗ്നൻസി, ആഫ്റ്റർ പ്രഗ്നൻസിയിൽ പല സ്ഥലങ്ങളിലും ശാരീരികമായിട്ട് ചിലതൊക്കെ വരും. ചിലപ്പോൾ അവരിന് ബോഡി അതൊക്കെ സെറ്റാക്കി എടുത്തേക്കാം. നമ്മളത് ബോധറിയേണ്ട കാര്യമുണ്ടോ? അവർ തടിച്ചിരുന്നാലും മെലിഞ്ഞിരുന്നാലും അവരെങ്ങനെ ഇരുന്നിരുന്നാലും നമ്മളെ ബാധിക്കേണ്ടതോ നമ്മുടെ സമൂഹത്തിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. പേളിമാണി ഷോ എന്നുള്ള ഷോയ്ക്കകത്ത് അവർ സംസാരിക്കുന്നതിനകത്ത് എന്തെങ്കിലും മോശമായൊരു പരാമർശം വന്നോ, നമുക്കതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാം. അതർവൈസ് അവരുടെ പേഴ്സണൽ ലൈഫിൻ്റെ അകത്താണ് ഇൻസിഡൻറ്റ്. അവരുടെ സുഹൃത്തിനോടൊപ്പം നടന്നു പോയപ്പോൾ മറ്റൊരാളെടുത്ത വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടിട്ട് അവർ ജഡ്ജ് ചെയ്തിട്ട് അവരെ മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടക്കൊല ചെയ്യുന്നത് പോലത്തെ വർത്തമാനം, കുറച്ച് വണ്ണം വെച്ചു കിട്ടോ എന്നൊക്കെ പറയുന്നു, ശങ്കരാടി എന്ന് പറയുന്നു. സോ ഇതെല്ലാം പലതരത്തിൽ ഇങ്ങനെ നമ്മുടെ ഇതെല്ലാം അവർ ആദ്യം ഒരു മോശമായ രീതിയിൽ തന്നെയാണ്. അത് അത്ര നല്ല കാര്യമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എല്ലാവർക്കും എന്തായാലും എനിക്കങ്ങനെ അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അത് അങ്ങനെ ഒരു കമൻ്റൊന്നും അങ്ങനെ അവരർഹിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്ത് ഫേസ്ബുക്കിൽ അവർ നേരെ ഇങ്ങ് പോകുന്നു. ഇനി ഫേസ്ബുക്കിലെ വിദഗ്ധരുടെ കമൻ്റാണ് ഏറ്റവും രസം. നല്ലൊരു പെങ്കൊച്ചിന് ഇത്രയും കമൻസ് ഇടിയിപ്പിച്ച റെസ്പോൺസിബിലിറ്റി നല്ലൊരു പെങ്കൊച്ചിന് ഇത്രയും കമൻസ് ഇടിയിപ്പിച്ചതിൻ്റെ റെസ്പോൺസിബിലിറ്റി പോസ്റ്റ് ഇട്ടവരാണ്. അതങ്ങനെ ഇത്തരം ബോർ ഡയലോഗ് ഇട്ടാലേ അത് കണ്ട് പ്രതികരിച്ച് പോസ്റ്റിന് വ്യൂസ് കൂടുള്ളൂ അല്ലേ മിടുക്കനെന്ന് പറയുന്നു. സാധാരണക്കാരനല്ലാത്തവരാരാണ്? അവർ 4 കാലിലാണോ നടക്കുന്നത്? അതായത് ഇതിനകത്തുള്ള ടൈറ്റിലാണ് കേട്ടോ. സാധാരണക്കാരിയെ ഇപ്പോൾ നടക്കുന്ന ഈ പേളിമാണി. പേളിയെ ഇഷ്ടമാണ്, പക്ഷേ ഈ ഡ്രസ്സ് എനിക്കെന്തോ ഇഷ്ടമല്ല എന്ന് ഒരാളുടെ കമൻറ്റ്. പേളിയെ ഇഷ്ടമാണ്, പക്ഷേ ഈ ഡ്രസ്സ് എന്തോ ഇഷ്ടമല്ല എന്ന്. അതെന്താണ് പ്രശ്നം? മനസ്സിലാവുന്നില്ലേ? അതെന്താ സംഭവം? ഷീസ് ഫ്രം അതർ പ്ലാനറ്റോ?
ഇതെവിടെയൊക്കെ പോകുന്നു കമൻറ്റ്. ഏത് അതാ പറഞ്ഞേ, നമ്മുടെ 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 ആൾക്കാർക്ക് ഇത് എന്തൊക്കെയോ തരത്തിൽ ആൾക്കാർ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ നടന്നാൽ മതി. സാധാരണക്കാർ ഫാഷൻ ആകാം, ബട്ട് ശരീരത്തിന് ചേരുന്ന രീതി ഇത് ജോക്കറെ പോലെ ഉണ്ടെന്ന് തടിച്ച് വീർത്ത്. അവൾ സാധാരണക്കാരില്ല, പിന്നെ എന്നാ കാര്യ? ഷീസ് ജസ്റ്റ് എമംഗ് വാട്ട്സ് സ്പെഷ്യൽ ഇൻ ഹർ. സാധാരണക്കാരിയല്ലേ? ഇവർക്ക് എന്താണ് പ്രത്യേകിച്ച് പ്രത്യേകത ഉള്ളത്? ഇതാര് അടൂർ ബാസിയോ? നിൻ്റെ തള്ള സാധാരണക്കാരില്ലാത്തതുകൊണ്ട് ഓക്കെ. ഈ ഡ്രസ്സ് ഒട്ടും ചേരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ചുരിദാർ സാരിയും ഒക്കെ ധരിച്ച് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അധികം തരുന്ന എൻ്റെ മാത്രം അഭിപ്രായം എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ പറയും. ചിലരാണെങ്കിൽ ഒരു കൺസേൺഡ് ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അതായത് പേളിക്ക് യോജിച്ച ഡ്രസ്സ് ഈ സാരിയും നമ്മളൊക്കെ ഈ പേളിമാണി ഷോയിൽ കാണുന്ന പോലത്തെ ഡ്രസ്സൊക്കെയാണ് പേളി. പിന്നെ പേളി ഇങ്ങനെ പബ്ലിക്കിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരുടെ ഇഷ്ടത്തിൻ്റെ ഒത്ത് നിന്ന് വളരെ സാധാരണക്കാരിൽ അവരിപ്പോൾ ഈ പറഞ്ഞ ബോഡി ഷേമിങ്ങിനെ കുറിച്ചോ മറ്റുള്ളവരെന്ത് ചിന്തിച്ചിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കത്തില്ല. അവർ ചിലപ്പോൾ വളരെ ജെന്യൂനായിട്ട് പറയുന്നതായിരിക്കും. പക്ഷെ മെജോറിറ്റി കമൻസും അങ്ങനെയൊന്നുമല്ല. ആ കമൻസ് മൊത്തം ഇവളെന്താ ഇങ്ങനെ, ഇവളെന്തൊരു എന്താണ് അടൂർ ബാസിയെ പോലെ ഇരിക്കുന്നു, ശങ്കരാടിയെ പോലെ ഇരിക്കുന്നു, എന്തോ വളരെ മോശമായി തരത്തിലുള്ള ബോഡി ഷെയ്മിങ് നടത്തുന്നത്. ഒരു രണ്ട് കുട്ടികൾക്ക് ജന്മം നൽകിയ ഒരു അമ്മയെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ പേളിമാണിയല്ല, അത് മറ്റാരും ആയാലും അത് അത്ര നല്ല പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഇവരുടെ റീസെൻ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂ ഞാനത് കണ്ടിരുന്നു. എന്ത് രസമായിരുന്നു. അതായത് മറ്റേ JM രവിയെ വിളിച്ചിട്ട് ഉള്ളൊരു ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അതൊക്കെ എന്ത് രസമായിരുന്നു പേളിമാണിയുടെ. അപ്പോൾ അതൊക്കെ കണ്ട് ചിരിച്ചവരാണ് നമ്മൾ. അപ്പോൾ അതെല്ലാം കണ്ട് ചിരിച്ചിട്ട് ഇവിടെ അവർ ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത്രത്തോളം മോശമായ രീതിയിൽ പറയുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല സുഹൃത്തുക്കളെ. അത് പറയണമെന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേക്കും എനിക്ക് അയച്ചു തന്ന ഇത് വെറും ഇപ്പം എത്ര സെക്കൻഡ് ഞാനിത് കാണിച്ചിട്ടുണ്ടാകും? അതായത് ഒരു 4-5 മാക്സിമം ഒരു 7 സെക്കൻഡിനപ്പുറം. 7 സെക്കൻഡിൽ ഇത്രയും കണ്ടപ്പോൾ പോലും നിങ്ങൾക്ക് ചിരി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് അവരുടെ കഴിവ്. അത് ഞാൻ പറഞ്ഞ ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങളിൽ നമുക്ക് വിയോജിപ്പുണ്ടാവാം. അത് എല്ലാവരോടും അങ്ങനെ വേണം. നമുക്ക് ഹെൽത്തി ക്രിറ്റിസിസം എന്നുള്ള സാധനം എപ്പോഴും വേണം. അതൊക്കെ തീർച്ചയായിട്ടും നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്ന ചില ആൾക്കാരൊക്കെ പറയും ഇത് ഇച്ചിരി മാറ്റം വരുത്തണം. ഞങ്ങനെ മാറ്റം വന്ന് പരുവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ആ സ്ത്രീ അവർ ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല, കുറേ കാലത്ത് കഷ്ടപ്പെട്ടു. D4 ഡാൻസ് മുതൽ ഇങ്ങോട്ട് അങ്ങനെ ഒരുപാട് കാലത്ത് ഇത് കഴിഞ്ഞതിന് ശേഷം പേളിമാണിയുടെ സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ടാക്കി പേളിമാണി ഷോ എന്നുള്ള സംഭവം അത് തന്നെ ഒരു ബ്രാൻഡായി മാറി. പേളി തന്നെ ഒരു ബ്രാൻഡാണ് ഇപ്പോൾ. സോ അത്രയും ഒക്കെ ഒരിടത്തൊക്കെ എത്തി അത്രത്തോളം കഷ്ടപ്പെട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സ്ത്രീ അവരുടെ ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചിട്ട് പബ്ലിക്കിൽ ഒരു സ്പേസിൽ, അത് പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കാനല്ല, അവരുടെ വ്യക്തിപരമായ എന്തോ ആവശ്യത്തിന് പോയൊരു ഡ്രസ്സിൽ നടന്ന ആ ഒരു വസ്ത്രത്തിനെയും അവരുടെ ശരീരത്തിൻ്റെ ഘടനയെയും വർണ്ണിക്കുക, ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക, അങ്ങ് പരിഹസിച്ച് സന്തോഷിക്കുക. ഒരു സാഡിസ്റ്റ് മെൻറ്റാലിറ്റി. ആർക്ക് സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ ഇപ്പം ഇത് കാണുന്ന തുടക്കത്തിൽ അമ്മമാരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളും മാരേജ് കഴിഞ്ഞ് കുട്ടികൾക്ക് ജന്മം നൽകുന്ന സമയത്ത് അതിനുശേഷം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒബേസിറ്റി വന്നിട്ടുണ്ടാവും. ഏറ്റവും വലിയ കാര്യം, ഞാൻ മെഡിക്കൽ ഫീൽഡിലുണ്ടായ സമയത്ത് ഇൻസുലിൻ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനി. ഇൻസുലിൻ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കമ്പനി എന്ന് പറയാം. ഹ്യൂമൻ മിക്സ്ചാർഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ആ ഒരു കമ്പനി. അതിനകത്ത് നമുക്ക് എടുക്കുന്ന സംഭവം ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്ന സാധനം, അഥവാ ഡയബറ്റീസ് നമ്മുടെ ഈ പഞ്ചസാരയുടെ അസുഖം എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിന് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. ആ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് തന്നെ ഈ ചില സ്ത്രീകൾക്ക് ഇത് വരും, അതായത് ഡയബറ്റീസ് വരും. അപ്പം ആ സമയത്ത് അവർക്ക് ഇത് ഇൻസുലിൻ എടുക്കേണ്ടി വരും. അത് എടുക്കുന്നതിനെ തുടർന്ന് പിന്നെ അവർക്ക് ഒബീസ് ആവും. ശരീരത്തിൻ്റെ തടി പല തരത്തിൽ. ഇപ്പം അതൊക്കെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സാധനങ്ങളാണ്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എങ്കിലും വളരെ മോശമാണ് ഒരാളെ അയാളുടെ അയാളുടെ അവസ്ഥ എന്താണെന്നറിയാതെ മറ്റൊരാളുടെ ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ചോ, മൂക്ക് കൊള്ളില്ല, പല്ല് കൊള്ളില്ല, കൈകൾ കൊള്ളില്ല, കാല് കൊള്ളില്ല, നീളമില്ല, പൊക്കമില്ല, വണ്ണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് ഒട്ടും നല്ലതല്ല ഗൈസ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പേളി ഇങ്ങനെ പറയുന്നതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.